ഫ്രണ്ട്സ്, ഒരു ദിവസം വേസ്റ്റ് ചെയ്ത് കളഞ്ഞ് ഇനി നമുക്ക് നല്ലോണം പഠിക്കാം. പക്ഷെ എൻ്റെ മാത്സ് കഴിഞ്ഞു, എക്കണോമിക്സും കഴിഞ്ഞു, ഇംഗ്ലീഷും കഴിഞ്ഞു. അപ്പം ഇനി നല്ലോണം റിവിഷൻ ചെയ്യുന്ന ഒരു വ്ളോഗാണിത്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ മാത്സ് പഠിക്കാനായിട്ട് പോണു. Wow. ഫ്രണ്ട്സ്, മാത്സ് പഠിച്ചാൽ നാളെ രാവിലെ മാത്സ് പഠിക്കണം. ഒന്നുകൂടി എക്കണോമിക്സ്, ബിസിനസ്, പിന്നെ ഇംഗ്ലീഷ് ആയിരുന്നു, പിന്നെ അക്കൗണ്ടൻസി തുടങ്ങണം. ബാക്കിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. എന്നുവെച്ചാൽ മറ്റന്നാൾ ഫസ്റ്റ് എക്സാം അക്കൗണ്ടൻസിയാണ്. മീൻസ് എന്നത് കഴിഞ്ഞാൽ അക്കൗണ്ടൻസി പഠിക്കുന്നു. യൂട്യൂബിലാണത്. എന്തോരം നമ്മളാട്ടിലും കൂടുതൽ വർഷത്തിലിരുന്നിട്ട് ഓരോന്നൊക്കെ കാണിച്ച് യൂട്യൂബിൽ. ഫ്രണ്ട്സ്, നാളത്തെ ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞു. എക്സാമിന് വേണ്ടി പഠിച്ചതിൻ്റെയാണ് ഈ കോലം. Oh my god. അപ്പോൾ വിഷ് മീ ബെസ്റ്റ് ഓഫ് ലക്ക്. ഗൈസ്, എൻ്റെ റൈറ്റിൻ്റെ അവിടെ പോയി. കുറച്ച് നേരത്തേക്ക് ഡോറയായിപ്പോയി. ഇത് എന്നിട്ട് നമ്മൾ കുത്തിത്തിരികെ വയ്ക്കും. എന്നിട്ട് നമ്മൾ സിബ് അടയ്ക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നെൻ്റെ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞു. നല്ല എക്സാം ആയിരുന്നു. പക്ഷേ ഒരു കെയർലെസ് മിസ്റ്റേക്ക് കാരണം ഒരു ഗ്രാമർ തെറ്റി. അതിനെനിക്ക് നല്ല സങ്കടമുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ടീച്ചർ കറക്ഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നല്ല മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇനി നാളെ ബിസിനസ് സ്റ്റഡീസ്, ഇനി അതിന് വേണ്ടിയിട്ട് പഠിക്കണം. ഫ്രണ്ട്സ്, ഇത് അച്ഛൻ ഉണ്ടാക്കി തന്നതാണ് ചിക്കൻ ഫ്രൈ. ഫ്രണ്ട്സ്, അങ്ങനെ വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞു. ഇത് കണ്ടില്ലല്ലോ ഞാൻ. ഫ്രണ്ട്സ്, ഇന്ന് ബിസിനസ് സ്റ്റഡീസ് എക്സാം ആയിരുന്നു. വളരെ നല്ല എക്സാം ആയിരുന്നു. പക്ഷെ എൻ്റെ കെയർലെസ്നെസ് കാരണം കുറേ തെറ്റി. സങ്കടമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ മാത്സ് എക്സാം കഴിഞ്ഞു. എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. ഞാൻ കുറേ മണ്ടത്തരങ്ങൾ ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ എക്കണോമിക്സ് എക്സാം കഴിഞ്ഞു. നല്ല എക്സാം ആയിരുന്നു. പക്ഷെ പിന്നെയും ഒരു കുഞ്ഞു മിസ്റ്റേക്ക് വന്നു. 2 തെറ്റി. ഇനി ബാക്കി എത്ര ടീച്ചർ കളയാന്ന് അറിയില്ല. അതിന് നല്ല എക്സാം ആയിരുന്നു. ഫ്രണ്ട്സ്, ഞാൻ നൂഡിൽസ് കഴിയുന്നത്